നമ്മളെല്ലാവരും ഉണക്കമീൻ കഴിക്കാറുണ്ടല്ലേ? ഉണക്കമീൻ കഴിക്കാൻ ഇഷ്ടമാണ്. ആ ഒരു കപ്പ ഒക്കെ നമ്മൾ ഇടിച്ച് കൂട്ടിയെടുത്തിട്ട് അതിൻ്റെ കൂടെ നല്ല ഉണക്കമീൻ ഉള്ളി മുളകും ഇടിച്ച് വറുത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത് കഴിക്കാനും ഒരുപാട് ഇഷ്ടമാണ്. പണ്ട് കാലത്തെ ഒരു ലക്ഷറി ഫുഡിൻ്റെ ഒരു കോമ്പിനേഷൻ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം പഞ്ഞമാസം കർക്കിടക മാസത്തിലൊക്കെ നമുക്ക് ഫുഡ് ഇല്ലാതിരുന്ന സമയത്ത് നമ്മൾ കഴിച്ചുകൊണ്ടിരുന്ന ഫുഡുകളുടെ പല സ്ഥലങ്ങളിലും ലക്ഷറി ഫുഡുകളായിട്ട് കഴിച്ചുകൊണ്ടിരുന്നതാണ് കപ്പയും ഉണക്കമീൻ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കിയും ഉണക്കമീൻ ഉള്ളിയും മുളകും ഇടിച്ചു കൂട്ടിയും അങ്ങനെ കറി വെച്ചും ഒക്കെ ഒരുപാട് കഴിച്ചിട്ടുണ്ട്. ഈ പണ്ട് കാലത്ത് ഉണക്കമീൻ എന്ന് പറയുമ്പോൾ നമുക്ക് നല്ല ഫ്രഷായിട്ട് നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഫ്രഷ് ഉണക്കമീനായിരുന്നു. നല്ല ഉപ്പ് മാത്രം ഇട്ടിട്ട് നമ്മുടെ ആവശ്യത്തിന് നമ്മളായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന നമുക്ക് വിശ്വസിച്ച് കഴിക്കാൻ പറ്റുന്നതായിരുന്നു. പക്ഷേ ഇപ്പോൾ വരുന്ന ഉണക്കമീൻ എന്ന് പറയുന്നത് നമുക്ക് വിശ്വസിച്ച് കഴിക്കാൻ പറ്റില്ല. നമ്മൾ പറഞ്ഞു വന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണക്കമീൻ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. കാരണം ഇപ്പോഴത്തെ ഉണക്കമീൻ എന്ന് പറഞ്ഞാൽ ഫോർമാലിൻ അതേപോലെ തന്നെ അമോണിയ ഇങ്ങനെയുള്ള വിഷാംശങ്ങൾ നമ്മുടെ ശരീരത്തിന് ദോഷപരമാകുന്ന ഒരുപാട് വിഷാംശങ്ങൾ ഇതിൽ ചേർത്തിട്ടുണ്ടാവും. അതിന് ഒരു കാരണം എന്ന് പറയുന്നത് ഉപ്പിൻ്റെ ഒപ്പം തന്നെ ഈ വിഷാംശങ്ങൾ ചേർക്കുമ്പോൾ മീൻ ചീത്തയാകാതിരിക്കും, മീൻ നല്ല ഫ്രഷായിട്ട് ആ ഉണക്കമീൻ നല്ല ഭംഗിയിൽ തന്നെ ഇരിക്കാൻ വേണ്ടിയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് ചെയ്യുന്നുണ്ട്. പിന്നെ എടുത്ത് പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് വൃത്തിഹീനമായ സാഹചര്യത്തിൽ ഉണക്കിയെടുക്കുന്ന മീനാണ്. പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ തന്നെ നമ്മൾ കൂടുതലായിട്ട് ഉണക്കിയെടുക്കുന്നതായിരുന്നു. ഇപ്പോൾ പുറത്തുനിന്നൊക്കെ വരുന്നതുകൊണ്ട് തമിഴ്നാട്ടിൽ നിന്നും അങ്ങനെയുള്ള ഭാഗങ്ങളിൽ നിന്നൊക്കെ വരുന്നതുകൊണ്ട് എത്രത്തോളം വൃത്തിയായിട്ടാണ് വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഉണക്കമീൻ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറയുമ്പോൾ നമുക്ക് വിശ്വാസമുണ്ട് നല്ല രീതിയിൽ ഉണക്കിയെടുത്ത മീൻ ഉണക്കി എടുത്തത് നല്ല വൃത്തിയുള്ള സാഹചര്യത്തിലാണ് എന്ന് ഉറപ്പുള്ള സ്ഥലങ്ങളിൽ നിന്ന് മാത്രം ഉണക്കമീൻ വാങ്ങി കഴിക്കുക. പിന്നെ അതിനകത്ത് ഉപ്പിൻ്റെ കണ്ടൻറ്റ് ഒരുപാടുള്ളതുകൊണ്ട് സോഡിയം പല പ്രശ്നങ്ങളും ഉണ്ടാക്കും നമ്മുടെ ശരീരത്തിന്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ച് നമ്മൾ ഉണക്കമീൻ കഴിക്കുക. ആഴ്ചയിൽ 1-2 ദിവസം കഴിക്കാൻ ശ്രദ്ധിക്കുക. കൂടുതലായിട്ടും വറുത്ത് കഴിക്കാതെ നമ്മൾ കറി വെച്ചൊക്കെ കഴിക്കാനായിട്ട് അതുപോലെ തേങ്ങാവറ്റൊക്കെ ഇട്ട് ചമ്മന്തിപ്പൊടിയൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ ശ്രദ്ധിക്കുക. കാരണം മീനില്ലാതെ കഴിക്കാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും. ചിലർക്ക് ഉണക്കമീനിനോട് ഭയങ്കര ഒരു ടേസ്റ്റ് കൂടുതൽ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവും. അപ്പം ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ച് മാത്രം നമ്മൾ ഉണക്കമീൻ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക.